കോഴിക്കോട് മലാപ്പറമ്പിൽ പോലീസിന്റെ തണലിൽ തഴച്ചു വളർന്ന സെക്സ് റാക്കറ്റ് കേന്ദ്രം. ദിവസം ലക്ഷങ്ങളുടെ ഇടപാടുകൾ. സ്ത്രീകളെയും ആവശ്യക്കാരെയും കൊണ്ടുവരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ അറസ്റ്റിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പോലീസ് ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത് എന്നിവരെ താമരശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അനാശാസ്യ കേന്ദ്രം പിടിയിലായ പോലീസുകാരുടേതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സെക്സ് റാക്കറ്റ് കേസിൽ പ്രതിയായ ബിന്ദുവുമായുള്ള സൗഹൃദമാണ് സ്വന്തമായി അനാശാസ്യ കേന്ദ്രം തുടങ്ങാൻ പോലീസുകാരിൽ ആശയമുദിച്ചത്. പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി വയനാട് സ്വദേശി ബിന്ദുവും അറസ്റ്റിലായ ഇടപാടുകാരും സനിത്തിനും ഷൈജിത്തിനും എതിരായി മൊഴി നൽകിയിരുന്നു. ബിന്ദുവിന്റെയും സുഹൃത്ത് ബാലുശ്ശേരി വട്ടോളി സ്വദേശി അമനീഷിന്റെയും അക്കൗണ്ടിൽ നിന്നും ഷൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷക്കണക്കിന് രൂപ വന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഗൾഫിലുള്ള അനീഷിന്റെ അക്കൗണ്ട് നാട്ടിൽ കൈകാര്യം ചെയ്തിരുന്നതും ബിന്ദുവാണ്. ഇവരുടെ മൊബൈൽ ഫോൺ രേഖകളിലും പോലീസുകാരുമായുള്ള ബന്ധം വ്യക്തമാണ്. കേസിലെ 11-12 പ്രതികളാണ് പോലീസുകാർ. കേസെടുത്തതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി. സനിത്തിന്റെയും ഷൈജിത്തിന്റെയും വീടുകളിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇരുവരുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിരുന്നു. പിന്നീടാണ് താമരശ്ശേരി കോരങ്ങാട്ട് നിന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം പ്രതികളെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ജൂൺ 6-നാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രം നടക്കാവ് പോലീസ് റെയ്ഡ് ചെയ്തത്. നടത്തിപ്പുകാരി ബിന്ദുവടക്കം 9 പേർ അറസ്റ്റിലായി. തുടരന്വേഷണത്തിലാണ് പോലീസുകാർക്കെതിരെ തെളിവ് ലഭിച്ചത്. ഷൈജിത്തും സനിത്തും 3 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു. സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിന്ദുവുമായുള്ള സൗഹൃദത്തിലൂടെ സ്വന്തമായ ഒരു സെക്സ് റാക്കറ്റ് തന്നെ പ്രതികൾ തുടങ്ങുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.